ഈ റെറ്റിനോൾ എന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് വൈറ്റമിൻ എ എന്ന ഫാമിലിയിൽപ്പെട്ട ഒരു കോമ്പൗണ്ടാണ്. ഇത് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും റെറ്റിനോൾ മാത്രമായി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇത് നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും സെറംസിലോ ക്രീംസിലോ അത് ആഡ് ചെയ്ത് മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. പക്ഷേ ഈ ഒരു റെറ്റിനോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ വളരെയധികം പവർഫുള്ളായിട്ട് ആക്റ്റീവായിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കൂടാതെ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം, ആരൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം. ഇത് മെയിനായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും ബെറ്റർ ഒരു 25+ ഏജിലുള്ളവർക്കായിരിക്കും ഈ റെറ്റിനോൾ ഏറ്റവും സ്യൂട്ടബിൾ. അതായത് നിങ്ങൾക്ക് വളരെ തുടർച്ചയായിട്ട് പിമ്പിൾസ് വരിക, പിന്നെ നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങളുടെ കൂടുതലായിട്ട് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന മുഖമാണ്, അതായത് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ആ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് റെഡ്യൂസ് ചെയ്യാൻ ഈ റെറ്റിനോൾ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസ്, അതായത് ഏജിങ് സിംറ്റംസ് കാണിക്കുമല്ലോ, ആ സമയത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസ് മാറാൻ റെറ്റിനോൾ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നമുക്ക് ചിലർ ചോദിക്കാറുണ്ട്, ഇത് എത്ര നാൾ, ഇത് നമുക്ക് ലൈഫ് ടൈം റെറ്റിനോൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, റെറ്റിനോൾ ഒരിക്കലും ലൈഫ് ടൈം ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസിനെയും അവരുടെ ഏജിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇത് നമുക്ക് തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളത് പറയാൻ പറ്റും. പിന്നെ നിങ്ങളുടെ സ്കിന്നിന് വളരെ വലിയ പ്രോബ്ലംസ് ആണുള്ളതെങ്കിൽ നിങ്ങളത് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസ് എടുത്തതിന് ശേഷം റെറ്റിനോൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കുറേ ടീനേജസിലെ കുട്ടികൾ പലരും ഈ പല ആഡും കാര്യങ്ങളും കണ്ട് ഇൻസ്റ്റഗ്രാമും മറ്റ് കാര്യങ്ങളും കണ്ടതിന് ശേഷം അവർ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരിക്കലും ഈ റെറ്റിനോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ സ്കിൻ ടൈപ്പ് അങ്ങനെയാണ്, അവർക്ക് അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് ഇതുവരെ കണ്ടുവരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. റെറ്റിനോൾ എന്തുകൊണ്ടും വളരെയധികം ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന രീതി, അതെങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഒരു മെഷർമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിന് വളരെയധികം ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സാണ് റെറ്റിനോൾ.